നമസ്കാരം. ന്യൂസ് ഓൺ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. അടുത്ത KPCC അധ്യക്ഷൻ ആരാകണമെന്നത് സംബന്ധിച്ച് പ്രവാസി കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സർവേയിൽ VM സുധീരന് മുൻതൂക്കം. 2ാം സ്ഥാനം K സുധാകരന്. VD സതീശനും G കാർത്തികേയനും 3ാം സ്ഥാനം. സ്വദേശികളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കും വരെ നിധാഖാത്തുമായി മുന്നോട്ടു പോകുമെന്ന് തൊഴിൽ മന്ത്രി ആദിൽ ഫക്കീഹ്. നിയമാനുസൃത രേഖകളില്ലാത്തവർ ഉടൻ രാജ്യം വിടണമെന്ന് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ്. രേഖകൾ ശരിപ്പെടുത്തി തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നവരെ കരുതിയിരിക്കണമെന്നും കോൺസുലേറ്റ്. കുവൈത്തിൽ അനധികൃത താമസക്കാർക്ക് രേഖകൾ ശരിയാക്കാൻ അവസരമൊരുങ്ങുന്നു. കുവൈത്തിൽ അനധികൃത സന്ദർശക വിസകൾ അനുവദിച്ചുവെന്ന കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നു. അനുവദിച്ചത് 1.5 ലക്ഷത്തോളം വിസകളെന്ന് അന്വേഷണ സംഘം. GCC രാജ്യങ്ങളിൽ ജീവിത ചെലവ് ഏറ്റവും കൂടുതൽ ഖത്തറിലാണെന്ന് റിപ്പോർട്ട്. വാടക താങ്ങാനാവാത്തത്. വാടക അലവൻസ് ലഭിക്കാത്ത പ്രവാസികൾ ദോഹയ്ക്ക് വെളിയിലേക്ക് താമസം മാറ്റുന്നു. അമിതമായ മരുന്നുപയോഗമാണ് സുനന്ദ പുഷ്കറിന്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ 12ലേറെ മുറിവുകൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് കൈമാറി. അടുത്ത KPCC പ്രസിഡന്റ് ആരായിരിക്കണമെന്നത് സംബന്ധിച്ച് പ്രവാസി കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഫേസ്ബുക്കിൽ സംഘടിപ്പിച്ച ഓൺലൈൻ സർവേയുടെ ഫലം പ്രഖ്യാപിച്ചു. VM സുധീരന് 69% വോട്ടോടെ മുന്നിട്ട് നിൽക്കുന്നു. അടുത്ത KPCC പ്രസിഡന്റ് ആരായിരിക്കണമെന്നത് സംബന്ധിച്ച ഓൺലൈൻ സർവേയിൽ 69% പേരും VM സുധീരന്റെ പേരാണ് തെരഞ്ഞെടുത്തത്. AICC നേതൃത്വം പുതിയ KPCC പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയായ INC@ഓൺലൈൻ സർവേ നടത്തിയത്. സുധീരന് പുറമെ K സുധാകരൻ, G കാർത്തികേയൻ, VD സതീശൻ എന്നിവരായിരുന്നു സർവേയിലുണ്ടായിരുന്നത്. 17% പേർ K സുധാകരന് വോട്ട് ചെയ്തപ്പോൾ G കാർത്തികേയനും VD സതീശനും 7% വീതം വോട്ടുകളാണ് ലഭിച്ചത്. കോൺഗ്രസിന്റെ പ്രചാരണം മാത്രം ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന 13,000-ലധികം പേർ ലൈക്ക് ചെയ്ത ഫേസ്ബുക്ക് പേജ് വഴി ഒരാഴ്ച മുന്നെയായിരുന്നു സർവേ ആരംഭിച്ചത്. കോൺഗ്രസ് പ്രവാസി സംഘടനയായ OICC ജില്ലാ മുൻ ഭാരവാഹികളായിരുന്ന ദുബൈയിലെ ഫൈസൽ കണ്ണോത്ത്, മുനീർ കുമ്പള, മുസ്തഫ വെളിയങ്കോട് തുടങ്ങിയവരാണ് സർവേക്ക് നേതൃത്വം നൽകിയത്. കിട്ടിയ റിസൾട്ട് പ്രകാരം 69% വോട്ട് നേടി VM സുധീരനാണ് ഇതിൽ ഈ കോൺഗ്രസ് ആക്ടിവിസ്റ്റും മറ്റു ആൾക്കാരും തിരഞ്ഞെടുത്തിരിക്കുന്നത്. KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഫേസ്ബുക്കിലെ ഈ സർവേ സ്വാധീനം ചെലുത്തുമെന്നാണ് ഇവരുടെ ഉറച്ച വിശ്വാസം. അതിൻ്റെ റിസൾട്ടും അതിൻ്റെ വോട്ടിംഗ് ഏവറേജും കാര്യങ്ങളും രാഹുൽജിക്ക് വീണ്ടും മെയിൽ ചെയ്യുന്നതായിരിക്കും. പോളിംഗ് സർവേ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ KPCCയുടെ അമരത്തേക്ക് പുതിയൊരാൾ വരുമ്പോൾ നേതൃത്വം ഇതിന് നേരെ കണ്ണടക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. INC@ഓൺലൈൻ അംഗങ്ങളായ 350ഓളം സജീവ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വോട്ടെടുപ്പ് നടത്തിയാണ് സർവേയിലേക്കുള്ള 4 പേരുകൾ കണ്ടെത്തിയത്. അംഗങ്ങൾക്കിടയിൽ നടത്തിയ വോട്ടെടുപ്പിലും സുധീരൻ തന്നെയായിരുന്നു ഏറെ മുന്നിൽ. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. ജിദ്ദയിൽ അനധികൃത തൊഴിലാളികളെ കണ്ടെത്താനുള്ള പരിശോധന അധികൃതർ ശക്തമാക്കിയതോടെ അനധികൃതമായി രാജ്യത്ത് തങ്ങരുതെന്ന് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് മുന്നറിയിപ്പ് നൽകി. രേഖകൾ നിയമാനുസൃതമാക്കാമെന്ന് പറഞ്ഞ് സമീപിക്കുന്നവരെ കരുതിയിരിക്കണമെന്നും കോൺസുലേറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. രാജ്യത്ത് തങ്ങുന്നവർ കാലാവധി തീരാത്ത അംഗീകൃത വിസയുള്ളവരോ താമസരേഖയുള്ളവരോ ആയിരിക്കണം. താമസരേഖ പുതുക്കുന്നതിന് നൽകിയിട്ടുള്ളവർ ആവശ്യമായ രേഖകളുടെ കോപ്പി കയ്യിൽ കരുതണം. രേഖകൾ നിയമാനുസൃതമാകാൻ സാധ്യതയില്ലാത്തവർ ഉടൻ തന്നെ കോൺസുലേറ്റ് മുഖേന ഡിപ്പോർട്ടേഷൻ സെന്ററിൽ വിരലടയാളം നൽകി രാജ്യം വിടണം. സ്പോൺസർമാർക്ക് കീഴിൽ താമസരേഖയിൽ സൂചിപ്പിച്ചിട്ടുള്ള ജോലി മാത്രമേ ചെയ്യാവൂ. താമസരേഖയിൽ സൂചിപ്പിക്കാത്ത ജോലിക്ക് സ്പോൺസർ നിർബന്ധിച്ചാൽ വിസ മാറ്റത്തിന് സ്പോൺസറോട് ആവശ്യപ്പെടാം. സ്പോൺസർ സമ്മതിച്ചില്ലെങ്കിൽ കോൺസുലേറ്റുമായി ബന്ധപ്പെടണം. വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് മടങ്ങുന്നവർ തങ്ങളുടെ താമസരേഖ സ്പോൺസർമാർ മുഖേനയോ നേരിട്ടോ ബന്ധപ്പെട്ട ഓഫീസിൽ തിരിച്ചേൽപ്പിച്ച ശേഷമേ രാജ്യം വിടാവൂ. രേഖകൾ നിയമാനുസൃതമാക്കി തരാം എന്ന് വാഗ്ദാനം ചെയ്ത് സമീപിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും തട്ടിപ്പുകാരായിരിക്കും. രേഖകൾ ഇത്തരക്കാരെ ഏൽപ്പിച്ച് വഞ്ചിതരാവരുത്. സാദിഖലി തുവോർ, മീഡിയ 1, ജിദ്ദ. കുവൈത്തിൽ അനധികൃത താമസക്കാർക്ക് രേഖകൾ നിയമവിധേയമാക്കാൻ സാഹചര്യമൊരുങ്ങുന്നു. ഇഖാമ കാലാവധി കഴിഞ്ഞ് അനധികൃതമായി രാജ്യത്തുള്ള വിദേശികളെ നിയമവിധേയ താമസക്കാരാക്കി തൊഴിൽ വിപണി ക്രമീകരിക്കാൻ സർക്കാർ പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ പാസ്പോർട്ട് പൗരത്വകാര്യ അണ്ടർ സെക്രട്ടറി കേണൽ ഷെയ്ഖ് ഫൈസൽ നവാഫ് അസബാഹ് വ്യക്തമാക്കി. രാജ്യത്ത് തൊഴിൽ വിപണി അനധികൃത വിദേശ തൊഴിലാളികളെ കൊണ്ട് വീർപ്പുമുട്ടുന്ന സാഹചര്യത്തിൽ ഇത്തരക്കാർക്ക് താമസം നിയമവിധേയമാക്കി ഇക്കാമലംഘകർ എന്ന അവസ്ഥ മറികടക്കാൻ അവസരം നൽകുന്നതായിരിക്കും പദ്ധതി. ഇതിന്റെ ആദ്യപടിയെന്നോണം വിദേശികളുടെ തൊഴിൽ വിസ സംബന്ധിച്ച പരാതികൾ കേൾക്കുന്നതിന് പാസ്പോർട്ട് പൗരത്വകാര്യ വിഭാഗത്തിന്റെ ഓഫീസുകൾ പ്രവർത്തിച്ചു തുടങ്ങിയതായി ഷെയ്ഖ് ഫൈസൽ അറിയിച്ചു.
എന്നാൽ ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തോടെ നടപ്പാക്കുന്ന പദ്ധതി എന്ന് നിലവിൽ വരുമെന്നോ എത്ര കാലം നീണ്ടുനിൽക്കുമെന്നോ അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. അതേസമയം അടുത്തുതന്നെ പ്രഖ്യാപിക്കാനിടയുള്ള പൊതുമാപ്പിന്റെ മുന്നോടിയാണ് അണ്ടർ സെക്രട്ടറിയുടെ പ്രസ്താവനയെന്നും പറയപ്പെടുന്നു. നിലവിൽ രാജ്യത്ത് 1 ലക്ഷത്തിലധികം അനധികൃത താമസക്കാർ ഉണ്ടെന്നാണ് എമിഗ്രേഷൻ വകുപ്പിന്റെ കണക്ക്. കഴിഞ്ഞ വർഷം ആദ്യ പകുതിയിൽ പരിശോധന വ്യാപകമാക്കി നിരവധി പേരെ നാടുകടത്തിയിട്ടും ഇതിൽ കാര്യമായ കുറവൊന്നുമുണ്ടായിട്ടില്ല. അനധികൃത താമസക്കാരെ കണ്ടെത്താൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പരിശോധനകൾ സജീവമാണ്. താമസരേഖകൾ നിയമവിധേയമാക്കുന്നതിനോ പിഴ കൂടാതെ രാജ്യം വിടുന്നതിനോ അവസരം കാത്തുകഴിയുന്ന മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് ആശ്വാസം പകരുന്നതാണ് ഷെയ്ഖ് ഫൈസൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന. മീഡിയ 1, കുവൈത്ത് സിറ്റി. കുവൈത്തിൽ കുടിയേറ്റ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അനധികൃതമായി സന്ദർശക വിസകൾ അനുവദിച്ച സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. 2 വർഷത്തിനിടെ 1,39,000 പേർ അനധികൃത വിസയിൽ രാജ്യത്തെത്തിയതായി അന്വേഷണ സംഘം അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ജനറൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അനധികൃത വിസകൾ ഇഷ്യൂ ചെയ്തതായി മന്ത്രാലയം നേരത്തെ കണ്ടെത്തിയിരുന്നു. ക്രമക്കേടിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ ഇമിഗ്രേഷൻ ആൻഡ് പാസ്പോർട്ട് ജനറൽ ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ ഗാസി അൽ-ലുമൈഅയുടെ നേതൃത്വത്തിലുള്ള സമിതി രാജകുടുംബാംഗം കൂടിയായ ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുകയും തുടർന്ന് മന്ത്രാലയം ഇയാൾക്ക് നിർബന്ധിത റിട്ടയർമെന്റ് വിധിക്കുകയും ചെയ്തിരുന്നു. പ്രാഥമികാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ 1 വർഷത്തിനിടെ 12,000 വിദേശികൾക്ക് അനധികൃതമായി സന്ദർശന വിസകൾ അനുവദിച്ചു എന്നായിരുന്നു അന്വേഷണ സംഘം നേരത്തെ വ്യക്തമാക്കിയത്. എന്നാൽ 2 വർഷത്തെ രേഖകൾ പരിശോധിച്ചപ്പോൾ അവിഹിത മാർഗത്തിലൂടെ വിസ സമ്പാദിച്ചു രാജ്യത്തെത്തിയ ആളുകളുടെ എണ്ണം 1,39,000 ആണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. മുഖ്യ സൂത്രധാരനെന്ന് സംശയിക്കുന്ന ഉദ്യോഗസ്ഥന് പുറമെ രാജകുടുംബാംഗങ്ങളായ മറ്റു 6 പേർക്കും സംഭവത്തിൽ പങ്കുള്ളതായാണ് വിവരം. അനധികൃത സന്ദർശക വിസയിൽ രാജ്യത്തെത്തിയവരിൽ പലരും ഇതിനോടകം രാജ്യം വിട്ടതായും അന്വേഷണ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ വിസ നടപടികളിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്താൻ എല്ലാ ഉദ്യോഗസ്ഥർക്കും മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ 1, കുവൈത്ത്. സ്വദേശികളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതുവരെ സൗദി അറേബ്യയിൽ നിതാഖാത്ത് നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് തൊഴിൽ മന്ത്രി എഞ്ചിനീയർ ആദിൽ ഫക്കീഹ് പറഞ്ഞു. സ്വദേശിവൽക്കരണം ലക്ഷ്യം വെച്ച് ആരംഭിച്ച നിതാഖാത്ത് വ്യവസ്ഥ പ്രയോഗത്തിൽ വന്നതു മുതൽ 7.5 ലക്ഷം പേർക്ക് ജോലി ലഭിച്ചതായി തൊഴിൽ മന്ത്രി പറഞ്ഞു. നിതാഖത്തിന്റെ അടുത്ത ഘട്ടത്തിൽ 15 ലക്ഷം സ്വദേശികൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനാണ് മന്ത്രാലയം ഉദ്ദേശിക്കുന്നത്. സ്വദേശികളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതുവരെ സ്വദേശിവൽക്കരണ നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി പറഞ്ഞു. നിതാഖത്ത് നിലവിൽ വരുന്നതിനു മുമ്പുള്ള 30 വർഷത്തിനുള്ളിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ തൊഴിലാണ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ സ്വദേശികൾക്ക് ലഭിച്ചത്. റിയാദിൽ അന്താരാഷ്ട്ര കോമ്പറ്റീറ്റീവ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വദേശികളെ തൊഴിലിൽ പ്രാപ്തരാക്കുന്ന പരിപാടികൾക്കാണ് ഈ വർഷം മന്ത്രാലയം ഊന്നൽ നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. പുതുതായി ജോലിക്കെത്തുന്ന സ്വദേശികൾക്ക് പരിചയത്തിന്റെ കുറവുമുണ്ടെന്ന് സ്വകാര്യ കമ്പനികൾക്ക് ആശങ്കയുണ്ട്. അതിനാൽ ജീവനക്കാർക്ക് വേണ്ട പരിശീലന പരിപാടികൾ ഉടൻ ആരംഭിക്കും. തൊഴിൽ സാധ്യതകൾക്കനുസരിച്ച് വിദ്യാഭ്യാസ സംവിധാനത്തിൽ മാറ്റം വരുത്തുമെന്നും ആദിൽ ഫക്കീഹ് പറഞ്ഞു. വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അബ്ദുള്ള രാജാവ് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത് സ്വദേശിവൽക്കരണം പ്രോത്സാഹിപ്പിക്കാനാണ്. തൊഴിൽ മേഖലയിൽ കൂടുതൽ സ്ത്രീകൾ കടന്നുവരാനുള്ള പരിപാടികളും പരിശീലനങ്ങളും മന്ത്രാലയം നടത്തും. സ്വദേശികളുടെ എണ്ണത്തേക്കാൾ വിദേശികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് പിഴ ചുമത്താൻ ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മീഡിയ 1, റിയാദ്. GCC രാജ്യങ്ങളിൽ ജീവിത ചെലവ് ഏറ്റവും അധികമുള്ള രാജ്യം ഖത്തറാണെന്ന് റിപ്പോർട്ട്. ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കോസ്റ്റ് ഓഫ് ലിവിംഗ് കമ്പനി പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിവരമുള്ളത്. കോസ്റ്റ് ഓഫ് ലിവിംഗ് കമ്പനിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ദുബായിലെ പ്രമുഖ ബിസിനസ് പോർട്ടലായ അറേബ്യൻ ബിസിനസ് വെബ്സൈറ്റാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ജീവിത ചെലവിന്റെ കാര്യത്തിൽ വളരെ മുകളിലാണ് ഖത്തർ. UAE, സൗദി, ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത് എന്നീ രാജ്യങ്ങളാണ് യഥാക്രമത്തിൽ ഖത്തറിന് പുറകിലുള്ളത്. വീട്ടുവാടക, കാർ വാടക, പരിശോധനാ ഫീസ്, ആരോഗ്യ ഇൻഷുറൻസ്, സ്കൂൾ ഫീസ്, ഭക്ഷണ സാധനങ്ങളുടെ വില നിലവാരം തുടങ്ങിയ കാര്യങ്ങളിലെ വ്യത്യാസം വിലയിരുത്തിയാണ് റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. സമീപകാലത്ത് ഖത്തറിൽ ഏറ്റവും അധികം വില വർദ്ധിച്ചത് വാടക ഇനത്തിലാണ്. റിപ്പോർട്ട് പ്രകാരം 2 കിടപ്പുമുറികളുള്ള താമസ സ്ഥലത്തിന് ഖത്തറിൽ 1 വർഷത്തിൽ $42,930 ആകുമ്പോൾ UAEയിൽ ഇതിന് $15,540 മാത്രമേ ആകുന്നുള്ളൂ. കമ്പനികൾ നൽകുന്ന വാടക അലവൻസ് തികയാത്ത ജീവനക്കാർ ദോഹയ്ക്ക് പുറത്തേക്ക് താമസിക്കാൻ നിർബന്ധിതരാകുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. റമീസ് ചാത്തിയാറ, മീഡിയ 1, ദോഹ. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ UAE നേതാക്കളുമായി ചർച്ച നടത്തി. പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റ് ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദുമായി കാർട്ടർ മേഖലയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിലയിരുത്തി. സിറിയ ഉൾപ്പെടെ രാഷ്ട്രീയ സംഘർഷം തുടരുന്ന രാജ്യങ്ങളിലെ പ്രശ്നങ്ങളും ചർച്ചയിലുണ്ടായി. ദുബായ് കെയർ, നൂർ ദുബായ് എന്നിവയ്ക്ക് കീഴിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ജിമ്മി കാർട്ടർ പ്രകീർത്തിച്ചു. നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കുന്നതിലൂടെ പൗരന്മാരിൽ രാജ്യത്തോട് താൽപര്യം വർദ്ധിപ്പിക്കുമെന്ന് UAE പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അഭിപ്രായപ്പെട്ടു. അച്ചടക്കം നിലനിർത്താനും രാജ്യത്തെ സേവിക്കാനും ഇതിലൂടെ സാധിക്കും.
രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും നിലനിർത്താൻ നിർബന്ധിത സൈനിക സേവനത്തിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. 18 വയസ്സ് പൂർത്തിയാക്കിയ രാജ്യത്തെ പൗരന്മാർക്ക് നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തുന്ന ഉത്തരവ് കഴിഞ്ഞ ദിവസം ചേർന്ന UAE മന്ത്രിസഭാ യോഗമാണ് കൈക്കൊണ്ടത്. ഈജിപ്തിലെ സുരക്ഷാ സേന ഒരു കൂട്ടം ഖത്തർ പൗരന്മാരെ അറസ്റ്റ് ചെയ്തുവെന്ന വാർത്ത വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചു. ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോയിലെ ജസർ അൽ സൂയസ് പ്രദേശത്തെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു കൂട്ടം ഖത്തരി സംഘത്തെ പിടികൂടിയെന്നായിരുന്നു വാർത്ത. എന്നാൽ വാർത്ത അടിസ്ഥാനരഹിതമായിരുന്നുവെന്നും കെട്ടിച്ചമച്ചതാണെന്നും ഖത്തറിലെ അറബ് കാര്യ വിഭാഗം ഡയറക്ടർ അംബാസഡർ സഅദ് ബിൻ അലി അൽ മുഹന്നദി വ്യക്തമാക്കി. 2013 ദുബൈയിൽ ഓരോ മിനിറ്റിലും 4-ലേറെ റോഡ് നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഔദ്യോഗിക രേഖ. ലോകത്തിലെ തന്നെ ഏറ്റവും മോശം കണക്കാണിത്. അമിതവേഗം തന്നെയാണ് ഇതിൽ പകുതിയോളത്തിനും കാരണമായത്. ട്രാഫിക് പോലീസിന്റെ നിരന്തരമായ പട്രോളിംഗും ബോധവൽക്കരണ ക്യാമ്പയിനുകളും കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചതുമെല്ലാം ഡ്രൈവർമാരിൽ മാറ്റമുണ്ടാക്കിയിട്ടില്ലെന്ന് വേണം കരുതാൻ. ദുബായ് പോലീസിന്റെ കണക്കനുസരിച്ച് 24.4 ലക്ഷം ട്രാഫിക് കേസുകളാണ് 2013 എമിറേറ്റ്സിൽ നടന്നത്. ദിവസം ശരാശരി 6689 എണ്ണം. മണിക്കൂറിൽ കണക്കാക്കിയാൽ 288 വീതം. മിനിറ്റിൽ 4.6 എണ്ണം. 2012 3.4% കൂടുതലാണിത്. 2012 ആകെ 23.6 ലക്ഷം ഗതാഗത കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ വർഷം 11.5 ലക്ഷം കേസുകളാണ് അമിതവേഗവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. 1.24 ലക്ഷം കേസുകൾ ലൈൻ ചട്ടങ്ങൾ ലംഘിച്ചതിനും 1.14 ലക്ഷം കേസുകൾ തെറ്റായ പാർക്കിങ്ങിനും 1.07 ലക്ഷം കേസുകൾ ഗതാഗതം തടസ്സപ്പെടുത്തിയതിനുമാണ്. മറ്റു കാറുകൾക്ക് ആവശ്യമായ സ്ഥലം വിട്ടു നൽകാത്ത 63,000 സംഭവങ്ങളും സീബ്ര ലൈൻ ചട്ടം ലംഘിച്ച 50,000 സംഭവങ്ങളും കേസാക്കി. സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത കേസുകളുടെ എണ്ണം 46,000 വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് 35,670 കേസെടുത്തു. അതേസമയം ചുവപ്പ് വെളിച്ചം ലംഘിച്ചോടിക്കുന്ന സംഭവങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ 32% കുറഞ്ഞതായി ട്രാഫിക് പോലീസ് മേധാവി മേജർ ജനറൽ മുഹമ്മദ് അൽസാവിനെ ഉദ്ധരിച്ച് ഇമാറത്ത് അൽയൗം അറബി പത്രം റിപ്പോർട്ട് ചെയ്തു. മീഡിയ 1 ദുബായ്. 7ാമത് ഭാവി ഊർജ്ജ സമ്മേളനത്തിന് അബുദാബിയിൽ തുടക്കമായി. 172 രാജ്യങ്ങളിൽ നിന്ന് 30,000 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം അബുദാബി കിരീടാവകാശി UAE സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉദ്ഘാടനം ചെയ്തു. ഊർജ്ജത്തിന് പ്രചാരണം ലക്ഷ്യമാക്കിയാണ് സമ്മേളനം നടത്തിയത്. അബുദാബി പുനരുപയോഗ ഊർജ്ജ കമ്പനിയായ മസ്ദറിന്റെ ആഭിമുഖ്യത്തിൽ അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന 3 ദിവസത്തെ സമ്മേളനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദഗ്ധർ പങ്കെടുക്കുന്നുണ്ട്. സൗദിയിലെ ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള സ്കൂളുകൾക്കായി സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ ക്വിസ് മത്സരത്തിൽ ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഗേൾസ് വിഭാഗം വിജയികളായി. ദമാം സ്കൂളിലെ ശ്രീവിദ്യ, റംസ, തുബ എന്നീ വിദ്യാർത്ഥിനികളാണ് അംബാസഡറുടെ പേരിലുള്ള പാട്രൺസ് ട്രോഫി കരസ്ഥമാക്കിയത്. 16 ടീമുകൾ മത്സരിച്ച മത്സരത്തിൽ റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ 2ാം സ്ഥാനവും ഇന്ത്യൻ പബ്ലിക് സ്കൂൾ 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് അംബാസഡർ ഹാമിദ് അലി റാവു മെഡലുകളും ട്രോഫിയും വിതരണം ചെയ്തു. എല്ലാ വർഷവും മത്സരം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. DCM സിബി ജോർജ്, എംബസി കൾച്ചറൽ വിംഗ് സെക്രട്ടറി അവിനാശ് തിവാരി, വിവിധ സ്കൂൾ പ്രിൻസിപ്പൽമാർ എന്നിവർ പങ്കെടുത്തു. ദുബായ് മതകാര്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന അൽ റാഷിദ് ഹോളി ഖുർആൻ ലേണിംഗ് സെന്റർ നൂറുൽ ഖുർആൻ എന്ന പേരിൽ പഠന ശിബിരം സംഘടിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. നൂറുൽ ഖുർആൻ എന്ന പേരിൽ ദുബായിലെ കിസൈസിൽ അൽ റാഷിദ് ഹോളി ഖുർആൻ ലേണിംഗ് സെന്റർ സംഘടിപ്പിച്ച പഠന ശിബിരം വിശ്വാസികൾക്ക് അറിവിന്റെ പുതിയ വഴികൾ തുറന്നു കൊടുക്കുന്നതായിരുന്നു. കലഹങ്ങൾ നിറഞ്ഞ കുടുംബത്തെ നന്മയിലൂടെ വഴി നടത്തുന്നതിനായി കുടുംബത്തെ വാർത്തെടുക്കുക ഖുർആനിലൂടെ എന്ന വിഷയത്തിൽ അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ സംസാരിച്ചു. മനുഷ്യ, നിന്റെ ഒന്നാമത്തെ ബാധ്യത ഏതാണ്? അന്നവും ആഹാരവും ജീവിത വിഭവങ്ങളും നൽകിയിട്ടുള്ള അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്. ഖുർആൻ പഠനത്തിലാണ് ജീവിതശാന്തിയുള്ളതെന്നും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തയ്യാറാവണമെന്നും ഹുസൈൻ സലഫി നടത്തിയ പ്രഭാഷണത്തിൽ വിശ്വാസികളെ ഉണർത്തി. ഖുർആൻ മാനവർക്കും മാർഗദീപം എന്ന തലക്കെട്ടിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യക്തമായ ഒരു വഴികേടിലായിരുന്നു ആ സമൂഹം. ആ സമൂഹത്തിലേക്കാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അവരെ ഈ ഗ്രന്ഥത്തിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്തത്. യുവത്വം ഖുർആനിന്റെ വെളിച്ചത്തിലെന്ന തലക്കെട്ടിൽ സ്വാബിർ നവാസ് മദനിയും ഖുർആൻ ദുർവ്യാഖ്യാനം കാലഘട്ടങ്ങളിലൂടെ എന്ന വിഷയത്തിൽ ഫൈസൽ മുസ്ലിയാറും ക്ലാസുകളെടുത്തു. കിസൈസ് ജംഇയ്യത്തുൽ ഇസ്ലാഹ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ അൽ റാഷിദ് ഹോളി ഖുർആൻ ലേണിംഗ് സെന്റർ പ്രസിഡന്റ് അബ്ദുസ്സലാം അധ്യക്ഷത വഹിച്ചു. മീഡിയ 1 ദുബായ്. CBSE ഗൾഫ് കൗൺസിൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഷാർജ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ KR രാധാകൃഷ്ണൻ നായർക്ക് സ്കൂൾ അധ്യാപകേതര ജീവനക്കാർ സ്വീകരണം നൽകി. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സ്കൂൾ അഡ്മിഷൻ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം പൊന്നാട അണിയിച്ചു. P മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ചന്ദ്രപ്രകാശ് ഇടമന, അനിൽ വാര്യർ എന്നിവർ പങ്കെടുത്തു.
ഖത്തറിൽ അടുത്ത മാസം മുതൽ ജനന രജിസ്ട്രേഷൻ ആശുപത്രികളിലൂടെ മാത്രമേ നടത്താൻ പറ്റുള്ളൂവെന്ന് ഉന്നതാരോഗ്യ സമിതി വ്യക്തമാക്കി. നേരത്തെ ഉന്നതാരോഗ്യ സമിതിയുടെ കാര്യാലയത്തിൽ ജനനം രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ടായിരുന്നു. ഫെബ്രുവരി 2 മുതലാണ് ഉത്തരവ് പ്രാബല്യത്തിൽ വരിക. സൗദി അറേബ്യയിലെ ഖമീസ് മുഷൈത്തിൽ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു. കണ്ണൂർ പയ്യന്നൂർ കവായി സ്വദേശി അബ്ദുള്ളയുടെ മകൻ കാട്ടൂർ സെയ്ദാണ് ഇന്നലെ രാത്രി 11 മണിക്കുണ്ടായ അപകടത്തിൽ മരിച്ചത്. റോഡ് മുറിച്ചു കടക്കാൻ ഫുട്പാത്തിൽ കാത്തു നിൽക്കെ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിച്ച സ്വദേശിയുടെ വാഹനം പാഞ്ഞു കയറുകയാണ് അപകടമുണ്ടായത്. ലീവ് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയതിന്റെ പിറ്റേ ദിവസമാണ് അപകടം. ഖത്തറിലെ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥി പ്രവേശം നിർത്തിവെച്ചു. കുട്ടികളുടെ എണ്ണം 30 പരിമിതപ്പെടുത്തണമെന്ന ഉന്നതാരോഗ്യ സമിതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സ്കൂളുകളുടെ പ്രവേശം നേരത്തെ നിർത്തിവെച്ചത്. പുതിയതായി ഖത്തറിലെത്തിയവരെ ഇത് വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. അബുദാബി YMCA എക്യുമെനിക്കൽ കരോൾ സംഘടിപ്പിച്ചു. വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നായി 300ഓളം ഗായകർ കരോളിൽ പങ്കെടുത്തു. ഫിലിപ്പിനോ എത്യോപ്യൻ ഗായകരുടെ കരോളും മാർത്തോമ സേവികാ സംഘത്തിന്റെ മാർഗം കളിയും പരിപാടിയിൽ ഉണ്ടായിരുന്നു. അബുദാബി ഇവാഞ്ചലിക്കൽ ചർച്ചിൽ നടന്ന പരിപാടിയിൽ മലങ്കര സിറിയൻ ഓർത്തഡോക്സ് ഡൽഹി ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ ദിമിത്രിയോസ് മുഖ്യ അതിഥിയായിരുന്നു. യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ MD ഷബീർ നെല്ലിക്കോട് ചടങ്ങിൽ പങ്കെടുത്തു. റിയാദ് പാലക്കാട് ജില്ലാ KMCC പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കുന്നുമ്മൽ കോയ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ റിലീഫ് കമ്മിറ്റി കൺവീനർ ഷെരീഫ് കൈപ്പുറം അധ്യക്ഷത വഹിച്ചു. ബൈത്തുർ റഹ്മ ഭവന പദ്ധതിയുടെ ഫണ്ട് ശേഖരണത്തിന് ഉദ്ഘാടനവും നടന്നു. SV അർഷുൽ അഹമ്മദ്, അബൂബക്കർ ഫൈസി, ഉസ്മാൻ അലി പാലത്തിങ്ങൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് P അബ്ദുൽ ഹമീദ്, വൈസ് പ്രസിഡന്റ് നാസർ വിളത്തൂർ, T അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. ബഹ്റൈനിലെ സാമ്പത്തിക വളർച്ചയ്ക്കും രാജ്യത്തെ വ്യവസായ വാണിജ്യ പുരോഗതിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അന്താരാഷ്ട്ര വ്യോമാഭ്യാസ പ്രദർശനം മുതൽക്കൂട്ടായി മാറി. വിവിധ കരാറുകളും കോടികളുടെ ഇടപാടുകളും നടന്ന മേള രാജ്യത്തെ വ്യാപാര വ്യവസായ രംഗങ്ങളിൽ മികച്ച പ്രതികരണമാണ് ഉണ്ടാക്കിയത്. ബഹ്റൈനിലെ സഹീർ എയർബേസിൽ ജനുവരി 16 മുതൽ 18 വരെ നടന്ന 3ാമത് ഇന്റർനാഷണൽ എയർ ഷോ രാജ്യത്തെ വാണിജ്യ വ്യാവസായിക വൃത്തങ്ങളിൽ പുത്തൻ ഉണർവാണ് സൃഷ്ടിച്ചത്. 3 ദിവസങ്ങളിലായി സംഘടിപ്പിക്കപ്പെട്ട മേള കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 3 ഇരട്ടി പങ്കാളിത്തവും $3 കോടി വാണിജ്യ കരാറുകളും കൊണ്ട് ശ്രദ്ധേയമായി. ലോകോത്തര നിലവാരത്തിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രദർശനത്തിൽ 106 അത്യന്താധുനിക വിമാനങ്ങളാണ് ആകാശത്ത് വർണ്ണക്കാഴ്ചകൾ ഒരുക്കിയത്. ഗൾഫ് എയർ, ബെറ്റൽകോ, ബഹ്റൈൻ എയർപോർട്ട് കമ്പനി തുടങ്ങി രാജ്യത്തെ പ്രമുഖ സ്ഥാപനങ്ങൾ സുപ്രധാന കരാറുകളിൽ ഒപ്പിട്ടു. ഗൾഫ് എയറിന്റെ വിമാനങ്ങൾ $20 ദശലക്ഷം ചെലവിൽ പരിഷ്കരിക്കാനും ബഹ്റൈൻ വിമാനത്താവളം മികച്ച സുരക്ഷാ സംവിധാനങ്ങളോടെ നവീകരിക്കാനുമുള്ള കരാറുകൾ ഒപ്പിട്ടത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകും. ബഹ്റൈനും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള സുപ്രധാന വ്യോമയാന കരാർ ഒപ്പുവെക്കുന്നതിനും മേള നിമിത്തമായി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അടക്കം നിരവധി പ്രമുഖരാണ് എയർ ഷോ സന്ദർശിക്കാനെത്തിയത്. എമിറേറ്റ്സിന്റെ ലോകത്തെ ഏറ്റവും വലിയ യാത്രാ വിമാനവും ബോയിങ്ങിന്റെ ഏറ്റവും പുതിയ ഡ്രീം ലൈനർ വിമാനവും പ്രദർശനത്തിന്റെ ശ്രദ്ധാകേന്ദ്രങ്ങളായി മാറി. ചാറ്റൽ മഴയെ അവഗണിച്ച് 50,000-ഓളം പേരാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ച് ഇത്തവണ മേള കാണാനെത്തിയത്. ഓരോ തവണയും ബഹ്റൈനിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്ന വ്യോമയാന പ്രദർശനം ഇനി 2016 ജനുവരി 21 മുതൽ 23 വരെയാണ് നടക്കുക. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഖത്തർ എയർവേസിന്റെ എക്കണോമി പ്രീമിയം ക്ലാസ് യാത്രക്കാർക്കായി ടിക്കറ്റ് നിരക്കിൽ 30% ഇളവ് പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ 22-ാം തീയതി വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ഖത്തർ എയർവേസിനെതിരെ വെബ്സൈറ്റിലൂടെയും അംഗീകൃത ഏജന്റുമാർ മുഖേനയും ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് ഖത്തർ എയർവേസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ചെമ്മണൂർ ജുവലേഴ്സിന്റെ നവീകരിച്ച ഷോറൂം ദുബായ് കരാമ സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ ചലച്ചിത്ര പിന്നണി ഗായകർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഗായകരായ ഫ്രാങ്കോ, നജീം അർഷാദ്, സയനോര, രഞ്ജിനി ജോസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി പ്രത്യേക ആനുകൂല്യങ്ങളും ചെമ്മണൂർ ജുവലേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. ഇനി കലോത്സവ വിശേഷങ്ങളുമായി പാലക്കാട്ട് സ്കൂൾ കലോത്സവ വേദിയിൽ നിന്ന് ജിൽസി ചേരുന്നു. കേരള സ്കൂൾ കലോത്സവം brought to you by ഈ നാടിന്റെ വികസനത്തിൽ പങ്കാളികളാകും. നിങ്ങളെ കാത്തിരിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകോർ, വിശ്വസ്തതയുടെ സുദീർഘമായ പാരമ്പര്യം. കേരള സിഡ്കോ അവതരിപ്പിക്കുന്ന പരിശുദ്ധമായ സിഡ്കോ വെളിച്ചെണ്ണ. ശുദ്ധം, പരിശുദ്ധം.
സ്വയംവരം മാട്രിമണി സമ്പൂർണ്ണ വൈവാഹിക വിവരങ്ങൾ ഉൾപ്പെടുത്തിയ മലയാളത്തിലെ ആദ്യത്തെ മാട്രിമോണിയൽ ഡയറി. രണ്ടാം ദിനമായ ഇന്ന് വേദികളെല്ലാം സജീവമായിരുന്നു. മത്സരാർത്ഥികൾ വീറും വാശിയും പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ഓരോ മത്സര ഇനങ്ങളും പൂർത്തിയായത്. ഇന്ന് വേദികളിൽ നടന്ന എല്ലാ മത്സരങ്ങളിലേക്കും ഒന്ന് കണ്ണോടിക്കാം. മുഖ്യവേദിയിൽ നടന്ന ഹൈസ്കൂൾ വിഭാഗം ഭരതനാട്യമായിരുന്നു രണ്ടാം ദിവസത്തെ പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊന്ന്. മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ അപ്പീലുകാരുടെ എണ്ണം ഏറെയായിരുന്നു. നിശ്ചയിച്ച സമയത്തിലും ഏറെ വൈകി തുടങ്ങിയ മത്സരം അവസാനിക്കാനും വൈകി. വേദി 4-ൽ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ നാടക മത്സരം കാണാൻ ആളുകൾ തിരക്കുകൂട്ടി. അഭിനയകല കൊച്ചു പ്രതിഭകളുടെ കയ്യിൽ ഭദ്രമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ഹൈസ്കൂൾ വിഭാഗം ലളിതഗാന മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾ അർദ്ധശാസ്ത്രീയ സ്വഭാവമുള്ള പാട്ടുകൾ പാടിയത് വിമർശനത്തിന് ഇടയാക്കി. മൂന്നാം വേദിയിൽ നടന്ന ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം കോൽക്കളി മത്സരം പതിവ് പോലെ വാശിയേറിയതായിരുന്നു. ഹൈസ്കൂൾ വിഭാഗം ചെണ്ട തായമ്പക മത്സരങ്ങളിൽ കുട്ടികൾ താളവിസ്മയം തീർത്തു. മൂന്നാം വേദിയിൽ നടന്ന ഹൈസ്കൂൾ വിഭാഗം കുച്ചിപ്പുടി മത്സരമായിരുന്നു രണ്ടാം ദിവസത്തെ മറ്റൊരു ആകർഷണം. മീഡിയ 1 പാലക്കാട്. ഇന്ന് കോൽക്കളി മത്സരം നടക്കുമ്പോൾ വേദിക്ക് പുറത്ത് വളരെ ടെൻഷനോടെ ഇരുന്ന ഒരാളുണ്ട്, കോയക്ക. അദ്ദേഹമാണ് കോൽക്കളി പരിശീലകൻ. അദ്ദേഹത്തിന്റെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാ മത്സരാർത്ഥികളും, ഒട്ടുമിക്ക മത്സരാർത്ഥികളും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് ആര് ജയിച്ചാലും തോറ്റാലും ഈ പരിശീലകനായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ. 20 വർഷമായി കോഴിക്കോട് പന്നിയങ്കര സ്വദേശി കോയക്കയുടെ ജീവിതം കോൽക്കളിക്കൊപ്പമാണ്. കോൽക്കളിയുടെ താളമില്ലാതെ ജീവിതവുമില്ല. ഓരോ കലോത്സവത്തിലും കോയക്ക ശിഷ്യന്മാരുമായി എത്തും. ഇത്തവണയും കോയക്ക ശിഷ്യന്മാരുമായി എത്തി. അരങ്ങിൽ കയറുന്നതിന് മുമ്പ് ഓരോ ടീമിനെയും ഓടി നടന്നു കണ്ട് അനുഗ്രഹിച്ചു. അപ്പോൾ കുട്ടികൾ നന്നാക്കി കളിച്ചാൽ അവർക്ക് കിട്ടേ. ഏത് കുട്ടികളും നന്നായി കളിച്ചാൽ കോയൻ്റെ കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും നന്നായി കളിച്ചാൽ കിട്ടട്ടെ, നല്ലവർ കളിച്ച് കിട്ടട്ടെ എന്നുള്ളൊരാഗ്രഹമുണ്ട്. കലയുടെ അടിസ്ഥാനത്തിൽ കിട്ടട്ടെ. ഇത് 5 ടീമുണ്ട്. 5 ടീം ആരാ നന്നായി കളിക്കുന്നത് അവർ കിട്ടട്ടെ. 5 പേരും ഒരുപോലെ കണക്കാക്കുന്നു. ഒരാൾക്ക് മുൻപന്തിയില്ല. കോയക്കയുടെ നേതൃത്വത്തിൽ കോൽക്കളിക്ക് തയ്യാറാവുന്ന കുട്ടികൾക്കും തങ്ങളുടെ ഗുരുവിനെ പറ്റി ചിലത് പറയാനുണ്ട്. സാർ, ഞങ്ങൾക്ക് നല്ലൊരു പരിശീലകനും കൂടിയാണ്, നല്ലൊരു ഉസ്താദാണ്, നല്ലൊരു ഗുരുക്കളാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും അന്നേരം ചോദിച്ചാൽ അന്നേരം തന്നെ ക്ലിയറാക്കി തരും. ഞങ്ങൾക്കും വേണ്ടി ഒരുപാട് ഉസ്താദ് കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളും അതേപോലെ തന്നെ ഉസ്താദിനോട് നല്ലൊരു സഹകരണമാണ് ചെയ്തു കൊടുക്കുന്നത്. 8ാം വയസ്സിൽ ഒരു അപകടത്തിൽ കാലിന് പരിക്കേറ്റതിനാൽ മറ്റ് ഭാരിച്ച ജോലികളൊന്നും ചെയ്യാൻ കോയക്കയ്ക്ക് കഴിയില്ല. അതിൽ വിഷമവുമില്ല. കലോത്സവ വേദികളിൽ മാത്രമല്ല, കോൽക്കളി പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന എല്ലാ വേദികളിലും തന്റെ ബുദ്ധിമുട്ടുകൾ വകവയ്ക്കാതെ കോയക്ക എത്തും. കോൽക്കളി വേദിയിലെ മത്സരാർത്ഥികളിൽ ഏറെയും കോയക്കയുടെ ശിഷ്യന്മാർ. എന്നാൽ ശിഷ്യന്മാരല്ല, അവരുടെ കഴിവാണ് പ്രധാനമെന്ന് കോയക്ക. മീഡിയ 1 ടീമിന് വേണ്ടി മിഥില ബാലൻ. കലോത്സവത്തിലെ മത്സരങ്ങൾ പലപ്പോഴും പണക്കൊഴുപ്പിൻ്റെയും അതുപോലെ തന്നെ ആഡംബരത്തിൻ്റെയും മേളയായി മാറാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത്തരമൊരു കാഴ്ച ഇന്ന് നമ്മൾ കണ്ടു. പക്ഷേ അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആറ്റിങ്ങൽ സ്വദേശിയായ മായ, അവർ മകനെ മത്സരിപ്പിക്കാൻ എത്തിയിരിക്കുന്നു. വീട്ടുജോലി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തുന്ന അവർ മകനെയും കൊണ്ട് വന്നിരിക്കുന്നത് പണം പലിശയ്ക്ക് കടം വാങ്ങിയിട്ടായിരുന്നു. മനു ചുവടുവെക്കുമ്പോൾ അമ്മയുടെ മനസ്സ് നിറയും. അത്രയ്ക്ക് അധ്വാനിച്ചാണ് മകനെ അമ്മ ചിലങ്കയണിയിച്ചത്. അതിന് അന്യൻ്റെ വീട്ടിലെ വിഴുപ്പലക്കി പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങി. അച്ഛൻ മരിച്ചപ്പോൾ മകനെ കലാകാരനാക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്തം അമ്മ ഒറ്റയ്ക്ക് ചുമലിലേറ്റി. ഇനി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ കഷ്ടപ്പെട്ട് പഠിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ താല്പര്യം. തോന്നയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മനു നാടോടി നൃത്തവും ഭരതനാട്യവും മോഹിനിയാട്ടവും അഭ്യസിക്കുന്നുണ്ട്. കുട്ടിയെ നൃത്തം പഠിപ്പിക്കാനും വേദിയിലെത്തിക്കാനുമായി 1 ലക്ഷം രൂപയാണ് അമ്മ കടമെടുത്തത്. എത്ര പ്രാരാബ്ധമുണ്ടെങ്കിലും മകനെ നർത്തകനാക്കാൻ ഈ അമ്മ എന്ത് ത്യാഗവും സഹിക്കും, കഷ്ടപ്പാടുകളെല്ലാം മറക്കും. അതാണ് അമ്മയുടെ സന്തോഷം. ക്യാമറാമാൻ മനോജ് PL-നൊപ്പം സന്ധ്യ, മീഡിയ 1 പാലക്കാട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ നാടകങ്ങളെ കുറിച്ച് സ്ഥിരം പരാതിയാണ് ഉയർന്നു വരുന്നത്. നാടകങ്ങൾ നന്നായിട്ടില്ല, അല്ലെങ്കിൽ അഭിനേതാക്കൾ അവരുടെ മികവിനൊത്ത് ഉയർന്നില്ല, ഇതൊന്നുമല്ല പരാതി. മറിച്ച് സംഘാടകർ ഒരുക്കുന്ന സൗകര്യങ്ങൾ അതെപ്പോഴും പരിമിതമാണ് എന്നുള്ള പരാതിയാണ്. ഇക്കുറിയും അതിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല.
ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിന്റെ ആദ്യ മത്സരവേദിയിൽ തന്നെ മത്സരാർത്ഥികളുടെ കണ്ണീർ വീണു. കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ വെള്ളിക്കോത്ത് പീസ് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് സംഘാടകരുടെ പിടിപ്പുകേട് മൂലം കണ്ണീരോടെ വേദി വിടേണ്ടി വന്നത്. മത്സരം തുടങ്ങി മിനിറ്റുകൾക്കകം ശബ്ദ സംവിധാനം തകരാറിലായതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഓഡിയൻസിന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇന്ന് വളരെയധികം പ്രാധാന്യമുള്ള സ്ത്രീ പ്രശ്നമാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾക്ക് ഒരു സ്റ്റേജ് കൂടി തരാൻ പറയുമ്പോൾ ഇവർ കേൾക്കുന്നില്ല. ഞങ്ങൾ ചെയ്തോളൂ, ഞങ്ങളുടെ മാക്സിമം ഇപ്പം ചെയ്തിട്ടുണ്ട്, എന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പ്രശ്നമില്ല. എന്നിട്ട് ഇവർ നമ്മളോട് ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. പരാതി പറയാൻ സംഘാടകരെ സമീപിക്കാൻ ഒരുങ്ങിയ രക്ഷിതാക്കളെയും അധ്യാപകരെയും പോലീസ് തടഞ്ഞു. പോലീസിനെന്ത് നാടകം! ഒരിക്കൽ കൂടി അവതരണാനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ മറുപടി ഇങ്ങനെ: പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയ മത്സരാർത്ഥികളെ ആശ്വസിപ്പിക്കാൻ രക്ഷിതാക്കൾക്കും ആയില്ല. ഒടുവിൽ സംഘാടക സമിതി കൺവീനർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ. അരമണിക്കൂറിന് ശേഷം പോലീസ് സംരക്ഷണയിൽ നാടക മത്സരം പുനരാരംഭിച്ചു. സുനിൽ ഐസക്, ടീം മീഡിയ 1, പാലക്കാട്. ഇന്നത്തെ നാടക മത്സരങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ വിലയിരുത്താൻ പോകുന്നത്. നമുക്ക് രണ്ട് വിശിഷ്ടരായ അതിഥികൾ കൂടിയുണ്ട്. ഒന്ന് ചലച്ചിത്ര സംവിധായകനും ചലച്ചിത്ര നാടക സംവിധായകനും നടനുമായ MG ശശി സാറും, ഒപ്പം ഇന്ന് നാടകത്തിലെ മത്സരാർത്ഥിയായിരുന്ന അബ്ദുൽ മജീദും. നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. സർ, സ്വാഗതം. നിന്ന് സാർ നാടകവേദിയിലെത്തി. എനിക്ക് തോന്നുന്നു സാർ ഒട്ടുമിക്ക നാടക മത്സരങ്ങളും കണ്ടു. എന്താണ് ഒരു വിലയിരുത്തൽ? എനിക്ക് കുട്ടികളുടെ സംഘപ്രവർത്തനത്തിൻ്റെ, കുട്ടികളുടെ ഒരു സമൂഹത്തിൽ ഇടപെടുന്നതിൻ്റെ ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കലയാണ് നാടകം എന്നുള്ളത്. അതിൻ്റെ മേഖലയിൽ കുട്ടികളുടെ ഒരു ആവിഷ്കാരം, യഥാർത്ഥ കുട്ടികളുടെ ഒരു മേഖല എന്നുള്ള എനിക്ക് തിരിച്ച് വളരെ സജീവമായി വന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അപ്പോൾ എനിക്ക് നാടകവേദിയിൽ ഇപ്പോൾ ഈ കലോത്സവ നാടകവേദിയായിട്ട് ഒരു വർഷങ്ങളിലെ ഗ്യാപ്പുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ നാടകത്തിൽ നേരിട്ട് കുട്ടികളുടെ നാടകത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ചാത്തുമ്മാൻ്റെ ചെരുപ്പുകൾ തുടങ്ങിയ നാടകങ്ങൾ ചെയ്ത എൻ്റെ നാടകമായിരുന്നു. 2 വർഷം സംസ്ഥാന തലത്തിൽ സമ്മാനം വാങ്ങിയത്. 91-ലും 92-ലാണ്. 93-ലും മറ്റൊരു നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ സ്കൂൾ നാടകവേദി ഉണ്ടാവാറില്ല. പക്ഷേ അന്ന് നമ്മൾ തുടങ്ങി വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. കുട്ടികളുടെ നാടകവേദിയിൽ പലപ്പോഴും സംഭവിക്കുന്നത് വലിയവരുടെ ചിന്തകളും വലിയവരുടെ രംഗാവിഷ്കാരങ്ങളും രംഗക്രിയയും ഒക്കെ കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് അതിനു മുമ്പ് നിലനിന്നിരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ശരിക്കും ആ രീതിയിൽ പൊളിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ മേഖലയിൽ, കുട്ടികളുടെ തോട്ടിൽ നിന്ന്, കുട്ടികളുടെ ലോകത്തിൽ നിന്നുണ്ടാകുന്നൊരു പ്രവർത്തനമായിട്ട് ഈ നാടകത്തിനെ കാണാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ മുന്നോട്ട് പോകൽ എങ്ങനെയാണെന്ന് നോക്കാനാണ് എനിക്ക് യഥാർത്ഥത്തിൽ കൗതുകമുണ്ടായിരുന്നത്. വളരെ ആവേശകരമായിരുന്നു ശരിക്കും അത്. കുട്ടികളുടെ ഒരു വലിയ നാടകത്തിൻ്റെ വലിയ മേഖല ഉണ്ടായി വരുന്നു. എടുത്തു പറയാവുന്ന കുറേ നാടകങ്ങളുണ്ടായി. അതിനേക്കാൾ കൂടുതൽ ഒരുപാട് നല്ല പെർഫോമൻസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സബ് ജില്ലാ തലം തുടങ്ങിയിട്ട് സ്കൂൾ തലത്തിൽ നിന്ന് സബ് ജില്ലാ തലത്തിൽ നിന്നൊക്കെ കയറി വന്നിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും കേരളത്തിൽ ഒരുപാട് നാടക പ്രവർത്തനങ്ങൾ ഒരു വർഷം നടക്കുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ. അത് ആവേശകരമായിരുന്നു ശരിക്കും. അതാണ് ഒരു ആദ്യത്തെ ഒരു ഇംപ്രഷൻ ഉള്ളത്. സാർ പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു ഹൈസ്കൂൾ തലം വരെ നാടകം കൊണ്ടുപോകുന്നു. പക്ഷേ ഇത് പ്രൊഫഷണൽ രംഗത്തേക്ക് വരുമ്പോൾ ഈ കുട്ടികൾ എവിടെ പോകുന്നു എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നു. തീർച്ചയായിട്ടും അതെ. ഈ നാടകരംഗത്ത് സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലൊക്കെ പ്രവർത്തനം കഴിഞ്ഞിട്ട് ജീവിതം നാടകവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ പലപ്പോഴും സാധ്യമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ നാടകരംഗത്ത് പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്ന കമേഴ്ഷ്യൽ നാടകത്തിൻ്റെ വേറെ ശാഖയുണ്ട്. അതാണ് ജീവിതം നാടകവുമായിട്ട് കൊണ്ടു നടക്കുന്ന സുഹൃത്തുക്കളുള്ളത്. ആ നാടകത്തിൻ്റെ ക്വാളിറ്റികൾ വെറും കച്ചവട താല്പര്യം മാത്രമുള്ള സംഭവമാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള നാടക പ്രവർത്തനങ്ങൾ, അമേച്ചർ നാടകരംഗത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റ് ജോലികൾ കഴിഞ്ഞ് ചെയ്യാവുന്ന അമേച്ചർ പ്രവർത്തനമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം അതുകൊണ്ട് ജീവിതം ഏൺ ചെയ്യാനുള്ള ഒരു അവസ്ഥയും ഇന്ന് നമ്മുടെ മലയാളത്തിൽ നിലവിലില്ല. അപ്പോൾ അത്തരത്തിൽ സീരിയസ് ആയിട്ടുള്ള അറ്റംപ്റ്റ് മുതിർന്ന നാടകവേദിയിലേക്ക് അല്ലെങ്കിൽ നാടകവേദി മൊത്തത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചും കുട്ടികളുടെ ആഘോഷമായിട്ട് മാറുകയാണ്. സ്കൂൾ കാലം അതിൻ്റെ വലിയ ആഘോഷമായിട്ട് മാറുകയാണ്. ഇതിനൊക്കെ കുറച്ച് നാടക പ്രവർത്തനം ഉണ്ടായി വരും. ഇപ്പോൾ പുതിയ കുട്ടികൾ വരുന്നവരൊക്കെ നാടക സംവിധായകരോ നാടകരചയിതാക്കളോ അഭിനേതാക്കളൊക്കെ ആയിട്ട് പടർന്നു വന്നേക്കാം. പക്ഷേ അത് പിന്നെ ബാക്കി നിൽക്കുന്ന വളരെ കുറച്ച് എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ സാമൂഹ്യമായിട്ട് നാടകത്തിൻ്റെ അവസ്ഥ ആണ് സൂചിപ്പിക്കുന്നത്. പൊതുവെ സാർ ഇപ്പോൾ നാടകത്തിലെ പ്രമേയങ്ങൾ നോക്കുമ്പോൾ പൊതുവെ സമകാലിക വിഷയങ്ങൾ തന്നെയാണ് എപ്പോഴും കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. കുട്ടികളുടെ നാടകത്തിൽ സമകാലിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നേരത്തെ ഉണ്ടായിരുന്നൊരു അവർ അടിച്ചേൽപ്പിച്ച പോലെയുള്ള വലിയവരുടെ കാഴ്ചപ്പാടുകൾ, വലിയവരുടെ രാഷ്ട്രീയ ദർശനങ്ങൾ, വലിയവരുടെ തത്വചിന്തകൾ ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ലോകത്ത് തന്നെ കുട്ടികളുടെ ലോകത്തിൻ്റെ പൊളിറ്റിക്സ് ഉണ്ട്. കുട്ടികളുടെ ലോകം എന്ന് പറയുന്ന, ബാല്യം എന്ന് പറയുന്ന, കൗമാരം എന്ന് പറയുന്ന അവസ്ഥയിലുള്ള അവരുടെ ഒരു ലോകത്തിനെ കാണുന്നതും ലോകത്തിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. നാടകപ്രവർത്തനം ഒരു ഇടപെടൽ കൂടിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള തലത്തിലേക്ക് അത് സാമൂഹ്യമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റുകൾ വെറുതെ വിളിച്ച് പറയുന്ന നാടകങ്ങൾ പലപ്പോഴും ബോറായിട്ടാണ് തോന്നുന്നത്. നാടകമില്ല അതിനകത്ത് കുട്ടികളെ കൊണ്ട് അവർ വായിലൊതുങ്ങാത്ത വിളിച്ച് പറയിപ്പിക്കുക എന്നുള്ള കാര്യമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക്
സമൂഹത്തിൽ ഒരു പ്രത്യേക സെക്ഷൻ എന്ന നിലയ്ക്ക് ബാല്യവും കൗമാരവും അടങ്ങുന്ന ഈ ചെറുപ്പം എന്ന് പറയുന്ന ഈ പ്രായത്തിൻ്റെ ആവിഷ്കാരത്തിലേക്ക് ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള സാമൂഹിക കമ്മിറ്റ്മെൻറ്റ് അതിനകത്തുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോൾ വളരെ പേഴ്സണലൈസ്ഡുള്ള ഒരു കഥ പറയുകയാണെങ്കിൽ തന്നെയും അതിനകത്തൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് മാത്രമല്ല, കുട്ടികൾ മാത്രമല്ല, ആ നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന സംവിധായകരും മറ്റാൾക്കാരൊക്കെ വളരെ സീരിയസ് ആയിട്ട് കുട്ടികളുടെ നാടകവിദ്യയെ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പ്രശ്നങ്ങളാണ് നാടകത്തിൽ. ഒന്നുകിൽ ശബ്ദ സംവിധാനം അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ. നാടകം പലപ്പോഴും പറഞ്ഞ് അനുഭവിപ്പിക്കാനുള്ളതാണ്, അത് പലപ്പോഴും ഇവിടെ സാധ്യമാകുന്നില്ല. എത്രത്തോളം ഗൗരവമായി നാടക മത്സരങ്ങളെ കാണുന്ന ഒരു സമൂഹമുണ്ട്, അല്ലെങ്കിൽ അത് കാണാൻ എത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് മുന്നിലാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ എത്തുന്നത്. സംഘാടകർ പക്ഷേ അത്ര ഗൗരവമായി എടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്കൊരു കുറ്റപ്പെടുത്തുന്ന തെറ്റുണ്ടോ? ശരിക്കും അതെ, ഈ നാടകരംഗത്തിനെ അവഗണിക്കുന്നൊരവസ്ഥ ഇപ്പോൾ ഇന്നും കാലത്തുണ്ടായി. ആദ്യത്തെ ക്ലസ്റ്ററിൽ വരുന്ന നാടകങ്ങൾ, സ്റ്റേജിൻ്റെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ. ഒന്നാമത് സ്റ്റേജ് തന്നെ പലപ്പോഴും നാടകം അവതരിപ്പിക്കാനുള്ള സ്റ്റേജ് അല്ല. പല കലോത്സവ വേദികൾ എന്ന് പറയുന്ന നാടകം ഒരു സ്റ്റേജ് മാത്രമാണ്, പക്ഷേ നാടകം അവതരിപ്പിക്കാനുള്ള ഒരു സംവിധാനങ്ങളും അവിടെ ഇല്ല. പിന്നെ ടെക്നിക്കലിയുള്ള പ്രശ്നങ്ങൾ, സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുന്നു. ഇത് മിക്കവാറും ആദ്യത്തെ ക്ലസ്റ്ററിൽ വരുന്ന നാടകങ്ങളാണ് ഇതിൻ്റെ ഇരകളായിട്ട് മാറുന്നത്. ഇന്ന് ആ കുട്ടികൾക്ക് അറിയായിരുന്നു, കാലത്ത് ഒരു 1-2 നാടകങ്ങൾ അവതരിപ്പിച്ച് കുട്ടികൾക്ക് അറിയായിരുന്നു. കാരണം അവരല്ലാത്ത പ്രശ്നം കൊണ്ടാണ് ഒരുപക്ഷെ മത്സരിക്കാൻ യോഗ്യതയുള്ള നാടകം പോലും പിന്തള്ളപ്പെടുക ഒരുപക്ഷെ ഈ കാരണം കൊണ്ടായിരിക്കും. അപ്പോൾ ഇത് നിരന്തരമായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു, അതിന് മുന്നത്തെ വർഷങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് എത്ര തന്നെ പറഞ്ഞാലും വീണ്ടും അത് ആവർത്തിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരുപാട് മത്സരങ്ങൾ നടക്കുന്ന, കോടികൾ ചെലവാക്കുന്ന ഒരു കലോത്സവം ഉണ്ടാകുമ്പോൾ ആ കലോത്സവത്തിൽ നാടകത്തിൻ്റെ പ്രാധാന്യം എന്തെന്നുള്ളത് ഇതിൻ്റെ അധികൃതരും അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റും അത് വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെ എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള നല്ല ഫെസിലിറ്റീസ് ഉണ്ടാക്കുക, അത് സംഭവിക്കുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പ്രത്യേകതയുള്ളത് മറ്റിത്രയും നാടകങ്ങൾ നടക്കുന്നതിനിടെ, കലാപരിപാടികൾ നടക്കുന്നതിനിടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ആവിഷ്കാരവും സാമൂഹികമായ ഇടപെടലും സംഘപ്രവർത്തനവും എന്നൊക്കെ പറയുന്നത് മുഴുവൻ നടക്കുന്ന നാടകത്തിലാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളൊരു ഇനമാണത്. ആ ഇനത്തിൽ ഇപ്പോൾ ഡാൻസിന് കൊടുക്കുന്നതോ മറ്റ് വേദികൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള പ്രാധാന്യം നാടകത്തിന് അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതൊരു നാടകം കളിയായിട്ട് കാണും, സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് സമീപിക്കാൻ തയ്യാറില്ലാത്ത സ്ഥിതിയുണ്ട്. അത് പ്രതിഷേധാർഹമാണ് ശരിക്കും. ഇപ്പോഴും പ്രതിഷേധമാണ് നാടകവേദിയിൽ. ഇക്കാര്യത്തെ പറ്റി ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുക മജീദിനായിരിക്കും അല്ലേ? മജീദിന് നേരിട്ടതായിരിക്കും പ്രശ്നങ്ങൾ. എങ്ങനെയായിരുന്നു ഇന്ന് വേദിയിലെ പെർഫോമൻസ്? വേദിയിൽ നന്നായി പെർഫോമൻസ് ചെയ്തെന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല സപ്പോർട്ടായിരുന്നു, നല്ല ഓഡിയൻസ് ആയിരുന്നു. സ്റ്റേജിൽ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഒഴിച്ച് പുറത്തിറങ്ങിയപ്പോഴും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ടീം പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഊർജ്ജവും നന്നായി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ടീം പറഞ്ഞാൽ രക്ഷിതാക്കൾ, ടീച്ചേഴ്സ്, വിദ്യാർത്ഥികൾ, നാട്ടുകാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ അടങ്ങിയതാണ് ഞങ്ങളുടെ ടീം. ഈ ടീമിൽ തന്നെ ശശിയേട്ടൻ ഞങ്ങളുടെ ടീമിലാണ്. ശശിയേട്ടൻ്റെ മകൻ ഞങ്ങളുടെ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അടങ്ങിയ ഒരു ടീമാണ് ഞങ്ങളുടെ. അതുപോലെ തന്നെ ആ ടീമിൻ്റെ ഒരു ഊർജ്ജം ഞങ്ങൾ ഈ 10 ആൾക്കാർ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റേജിൽ നന്നായി പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതേപോലെ എൻ്റെ നാടകത്തിലെ 10 ആൾക്കാർക്കും പിന്നീട് വരക്കുന്നതിനടക്കം നാടകത്തിൽ സജീവമായിരുന്നു അവിടെ. അവർക്ക് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത് പറയുമ്പോൾ പിന്നെ ഇവരെ സംവിധായകൻ അരുൺലാൽ എന്ന് പറഞ്ഞൊരു യുവ സംവിധായകനുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ നാടകപ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് ഞങ്ങളെക്കുറിച്ച് സഹകരിച്ചിരുന്ന പുതിയ ചെറുപ്പക്കാരനാണ് അരുൺ. അപ്പോൾ അരുണ് പറയാൻ വിട്ടുപോകരുത് ഒരിക്കലും. അരുണിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് ശരിക്കും ഈ നാടകം എന്നുള്ളത്. ഞാനതിൻ്റെ എൻ്റെ മോനതിൽ സഹകരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവർ സ്കൂളുമായിട്ട് അടുപ്പുള്ള ആളായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. എനിക്കങ്ങനെ സമയം കിട്ടാറില്ല മുഴുവനായിട്ട് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ സംഘത്തിൻ്റെ ഭാഗമാണ്, ഇവരുടെ സംഘത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അരുണിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു നാടകമാണത്. അത് വളരെ വ്യത്യാസമായിട്ടുള്ള നാടകമാണ്. അപ്പോൾ ഈ തരത്തിൽ നാടക പ്രവർത്തകർ ഒരുപക്ഷെ ഞങ്ങളൊക്കെ ചെയ്യുന്ന കാലത്ത് സ്കൂൾ കുട്ടികളായിരുന്ന ഇവരൊക്കെ സംവിധായകരും എഴുത്തുകാരും ഒക്കെ ആയിട്ട് വരുന്നു. മജീദിനെ പോലെയുള്ള ആക്ടേഴ്സ് വരുന്നു. മജീദ് എനിക്ക് തോന്നുന്നു വേറെ പ്രോമിസിംഗ് ആയില്ല. ഞാൻ കണ്ടിരുന്നു അതല്ല, എനിക്ക് നേരത്തെ ഈ നാടകം ഫോം ചെയ്യുന്ന സമയം മുതൽ അറിയാം. മജീദ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജില്ലാതലത്തിൽ ബെസ്റ്റ് ആക്ടറായിട്ടുള്ള ആളാണ്. സമ്മാനം കൊടുക്കാം, വേണമെങ്കിൽ അത് കൊടുത്തോട്ടെ. തീർച്ചയായിട്ടും അതിന് യോഗ്യതയുള്ള ആളാണ്. മാത്രമല്ല നാടകരംഗത്ത് ഒരു നല്ല സംഭാവനയായിട്ട് വരുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആക്ടിങ് വൈസുള്ള കാര്യങ്ങളിൽ കുട്ടികളിപ്പോൾ പലപ്പോഴും റിഹേഴ്സലൊക്കെ എൻ്റെ വീട്ടിൽ പോലും നടക്കാറുണ്ട്. അപ്പോൾ ഈ സ്കൂളിൽ കുട്ടികൾ തന്നെ എല്ലാവരും വന്നിട്ട്, അപ്പോൾ അതൊരു ആഘോഷമാണ്. കുട്ടികളിങ്ങനെ വന്ന് കൂടിയിട്ടുള്ള ആഘോഷങ്ങളാണ്. നാടകത്തിനെ വളരെ സീരിയസ് ആയിട്ട് കാണുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സംഘം. അപ്പോൾ അവരിപ്പോൾ സംസ്ഥാന തലത്തിൽ ഒരു വലിയ പ്രതീക്ഷകളിലാണ് നിൽക്കുന്നത്. എന്തായാലും മജീദ് ഭാഗ്യവാനാണ്. ശശി സാറിനെ പോലെ ഒരാളുടെ അടുത്ത് ഇത്രയും വലിയ പ്രശംസ ഏറ്റു വാങ്ങിയിരിക്കുന്നു. പക്ഷേ ഞാൻ മജീദിൻ്റെ പെർഫോമൻസ് നിർഭാഗ്യവശാൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ കാണണം. നാടകത്തിൽ ഞാൻ ഒരു മടിയനായ ഒരു കുട്ടിയാണ്. അപ്പോൾ എന്ത് പണി ചെയ്യാൻ പറഞ്ഞാലും പണിക്ക് ഒരുങ്ങിയെങ്കിലും അവസാനം എൻ്റെ എത്തുമ്പോൾ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കും. എപ്പോഴും ഉറക്കമാണ്. അങ്ങനെ ചെയ്യുന്നതിനൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സീനിൽ ഒരു പൂച്ച വരികയാണ്.
അപ്പോൾ എൻ്റെ ഉപ്പ അഭിനയിക്കുന്ന ആൾ മീൻ കച്ചവടക്കാരനാണ്. അപ്പോൾ വീണ്ടും ഒരു മീൻ ഉണക്കാറുണ്ട്. പൂച്ച മീൻ എടുക്കാൻ വരുമ്പോൾ എൻ്റെ ക്യാരക്ടർ പൂച്ചയോട് പ്രതികരിക്കുന്ന ഒരു സീനാണ്. കിടന്നിറങ്ങോണ്ട് എഴുതിയിട്ട് നമുക്ക് പൂച്ച കാണാണ്. ഓ പൂച്ച പൂച്ച പോ. എന്തായാലും മജീദ് ഒരിക്കലും ഇത്ര മടിയനായ കുട്ടിയാവാൻ വഴിയില്ല അല്ലേ? മജീദ് വളരെ സജീവമായിട്ട് കാര്യങ്ങൾ പല രീതിയിലുള്ള അഭിനയത്തിൽ ഒരുപാട് ലെവൽസൊക്കെ ചെയ്യുന്ന കക്ഷിയാണ്. അപ്പോൾ ആ സീനുകൾ കൃത്യമായിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മൊത്തം ആൾക്കാർ സ്വീകരിച്ചതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കുട്ടികളുടെ എന്താ പറയുക, എനിക്ക് സന്തോഷമുള്ളത്. ഇപ്പോൾ ഞാനത് നേരിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് അവകാശവാദങ്ങളൊന്നും ഇല്ലാത്ത നാടകമാണ്, അരുണ്ട നാടകമാണ്. പക്ഷെ നമ്മളൊക്കെ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് ഇത് നടക്കുന്നു, മുന്നോട്ട് പോകുന്നുള്ള വലിയ സന്തോഷമാണ്. സാർ ഇന്ന് കണ്ടത് മുതൽ ഒരു ശുഭപ്രതീക്ഷയുണ്ട് മലയാള നാടകത്തിന്റെ ഭാവി ഇവരിൽ. തീർച്ചയായും അത് അല്ല, എന്നെ സംബന്ധിച്ച് അത് മാത്രമല്ല, കലോത്സവ നാടകങ്ങൾ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ സ്ത്രീകളുടെ തിയേറ്റർ സജീവമായി തിരിച്ചു വന്നിരിക്കുക. തൊഴിൽകേന്ദ്രത്തിലേക്ക് എന്നുള്ള നാടകം നമ്മൾ ചെയ്യുന്നു. എൻ്റെ വൈഫാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകൾ മാത്രം പെർഫോം ചെയ്യുന്ന നാടകം സജീവമായി തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ പല മേഖലയിൽ നാടകത്തിന് തിരിച്ചുവരവ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നാടകം മരിച്ചു എന്നൊക്കെ പറയുന്നതിന് പകരം വളരെ സജീവമായിട്ടുള്ള ഒരു സംഘത്തിൻ്റെ ഇടപെടലായിട്ട് ഇത് മാറുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മജീദിനെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് തോന്നിയത്, നാളെ ഞാൻ സിനിമ ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ പിന്നെ മജീദിനോട് ഡേറ്റ് ചെയ്യുമ്പോൾ മജീദ് എന്നോട് പറയണം, എനിക്ക് ഡേറ്റ് ഇല്ല എന്ന് പറയണം. അതാണ് എൻ്റെ ആവശ്യമുള്ളത്. അത്രയും അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വളർന്നു പോകണം കുട്ടികളൊക്കെ. എന്തായാലും സാറിൻ്റെ ആഗ്രഹം പോലെ തന്നെ മജീദിനൊരു നല്ല ഭാവി ഉണ്ടാവും. കാര്യം മജീദിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ ഒരു ചെറിയ ഭാഗം ആണ് കണ്ടതെങ്കിൽ പോലും നല്ലൊരു ഭാവി ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ച് സാറ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അത് കൂടുതൽ കാര്യം ആലോചിക്കാനൊന്നുമില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട് മജീദിൻ്റെ പെർഫോമൻസ് സ്റ്റേജിൽ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ വേദിയിൽ വെച്ച് കാണാൻ പറ്റി. അതുപോലെ തന്നെ സാർ വളരെ തിരക്കും ഉണ്ടാവും എനിക്കറിയാം. ഇനി മറ്റു വേദികൾ സാർ മറ്റു മത്സരങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? മറ്റു മത്സരങ്ങൾ മുഴുവൻ കാണാൻ പറ്റില്ല. ഞാൻ നാടകത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ് ഇന്ന് യഥാർത്ഥത്തിൽ വന്നത്. പിന്നെ നമ്മളെ സംഘമാണ്, അങ്ങനെയൊക്കെയുള്ള മറ്റു കാര്യങ്ങൾ നടക്കുമെന്ന് അറിയില്ല. കുറച്ച് കാര്യങ്ങൾ വേറെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് രാത്രി തന്നെ തിരിച്ചു പോകും. പിന്നെ വീണ്ടും വരുമെന്ന് അറിയില്ല. ഹയർ സെക്കൻഡറി നാടകത്തിന് വരാൻ വേണ്ടി പറയുന്നുണ്ട് എല്ലാവരും, നോക്കണം. അപ്പോൾ എന്തായാലും വളരെ നന്ദിയുണ്ട് സാർ, ഇന്ന് ഇവിടെ എത്തിച്ചേർന്നു, നമ്മളോട് സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ചതിന് വളരെ ശുഭപ്രതീക്ഷയോടെയാണ്. മലയാള നാടകത്തിൻ്റെ ഭാവി ഈ കുട്ടികളുടെ കൈകളിൽ ശോഭനമാണെന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന ചില വാർത്തകളാണ്. എന്തായാലും ഒരുപാട് നന്ദി. സന്തോഷം. കലോത്സവത്തെക്കുറിച്ചുള്ള ഈ ബുള്ളറ്റിൻ തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. ഞങ്ങളുടെ തുടർന്നുള്ള ബുള്ളറ്റിനുകളും നിങ്ങൾക്ക് കലോത്സവത്തിൻ്റെ വർണ്ണപ്പകിട്ടാർന്ന കാഴ്ചകൾ കാണാം. നമസ്കാരം. ന്യൂസ് 1 സമാപിക്കുന്നു. ശുഭരാത്രി.